ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സെയ്ദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രകമ്പനം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൊടിമരവും അതിനെ ചുറ്റിപ്പറ്റിയ ഒരു കിണറും അതിൽ വിശ്വാസികൾ പൈസ ഇടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ന്യൂസിലൻഡിലുള്ള ഒരു ഹൈന്ദവ സഹോദരൻ സെയ്ദ് പൂക്കോയ തങ്ങളുടെ ഈ കിണറിനെ പറ്റിയും ഈ പൈസയെ പറ്റിയും ഒരു വീഡിയോ നമ്മുടെ അൻസാർ സൂരി ഉസ്താദിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തോട് എന്താണ് ഇസ്ലാം, ഇതാണോ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് ഇസ്ലാമിൽ ഇതിൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ അൻസാരി സൂരി ഉസ്താദിനെ വിളിച്ച് ഒരു ഹൈന്ദവ സഹോദരൻ ഈ വീഡിയോ അടക്കം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് ഉസ്താദെ കേരളത്തിൽ നടക്കുന്നത്, ഇതാണോ ശരിക്കുള്ള ഇസ്ലാം എന്ന്. അപ്പോൾ നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് സയ്യിദ് ആറ്റക്കോയ തങ്ങളെ വിളിച്ചുകൊണ്ട് എന്താണ് ഉസ്താദ് തങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ആ ഫോൺ സംഭാഷണം കേൾക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് തീർത്തും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് ബോധ്യപ്പെടുകയുള്ളൂ. ആരും സ്കിപ്പ് ചെയ്യാതെ ദയവ് ചെയ്ത് ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി നമുക്ക് ഫോൺ സംഭാഷണം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം. അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി തങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാം. ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. തങ്ങൾ ഒരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തെ സത്യം പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്. ഈ ഒരു ഞാനത് 8 കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ 8 ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് കൊടിമരത്തിന് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു ഒരു മിനിറ്റ്. ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങള് മറ്റുള്ള മണല് നടക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ. പൈസ ഇടണ്ടെന്ന് പൈസ ഇടാൻ പറഞ്ഞില്ലല്ലോ. ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. ഓക്കെ, പിന്നെ തിരിച്ചു കൊടുത്തോ? ആയിക്കോട്ടെ. പിന്നെ പൈസ തിരിച്ചു കൊടുത്തോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പൈസ ഇടരുതെന്ന് പറഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ലക്ഷ്യം അത് തന്നെയാണ്. ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ? ഇത്രയും പൈസ ഞാൻ കണ്ടിട്ടില്ല. ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഗ്മിനികൾ കൊല്ലു തങ്ങളെ കഷ്ടപ്പെടുന്ന വിയർപ്പൊഴുക്ക്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം അഭിപ്രായ മുത്തലിബിക്ക് തെറി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് നിബിതങ്ങൾ തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. തങ്ങൾ അതിനോട് ഉപമിക്കരുത്. മൂസാ നബിയും ചന്ദ്രാപ്പൊന്നി മൂസാക്കയും രണ്ടാണ്, അത് മനസ്സിലാക്കണം. ചന്ദ്രാപ്പൊന്നി മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത്. തങ്ങളുടെ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്, മനസ്സിലായ. അതിനകത്തൊന്നും കുഴപ്പമില്ല. തങ്ങൾ അങ്ങനെ ഉപമിക്കാൻ തരുന്നില്ല. വിധങ്ങൾ നമ്മുടെ നിങ്ങളെ പല ആളുകളും വരും. നിങ്ങളുടെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റി. തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ടിളക്കുമ്പോ അങ്ങനെ കുലുങ്ങുന്ന ആളല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു 2 കൊല്ലത്തിനടുത്തേ ഉള്ളൂ. ഈ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സജീവമായിട്ട് 2-2.5 കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ്. ഈ പലതും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ 3 കൊല്ലം മുമ്പുള്ള വീഡിയോ കിട്ടിയ തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ. 3 കൊല്ലമാണെങ്കിലും 10 കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ അയച്ചെന്നിട്ട് പറഞ്ഞു, എന്താണ് ഉസ്താദ് ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ? എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവും. സംഭാഷണം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരു കൊടിമരം എന്ന് പറയുന്ന ഒരു കൊടി ഉയർത്തിയതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു കിണർ പോലെ എന്തോ ഒന്ന് കെട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിലേക്കാണ് വിശ്വാസികൾ കണ്ടമാനം 50-ൻ്റെയും 100-ൻ്റെയും 1000-ൻ്റെയും 2000-ൻ്റെയും എല്ലാം നോട്ടുകൾ അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. എന്നാൽ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഉസ്താദ് ഇത്? അപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, ഞാനതറിഞ്ഞില്ല. അതിൽ വിശ്വാസികൾ പണം കൊണ്ടിട്ടിരുന്നത് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് തങ്ങൾ പറയുന്നത്. ആ കിണറും അതിലെ പൈസയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10,000-കണക്കിന് രൂപയാണ് ആ കിണറിൽ വിശ്വാസികൾ കൊണ്ടുവച്ചിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഒരിക്കലും
ആ കിണറിനകത്ത് അത്രയും വലിയ പൈസ വരില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അതിൽ തങ്ങൾ കളവ് പറയുന്നു എന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഈ ഒരു കാര്യം തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഓരോ മണിക്കൂറും 2 മണിക്കൂറും വിശ്വാസികൾ അവിടെ വരുന്ന സമയത്ത് അവിടെ പോയി ഞാൻ ദ്വാരക്കുന്ന ആളാണ് എന്ന് ഉസ്താദിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനം ഞാനൊരു വീഡിയോ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ ഉസ്താദ് പറയുന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓരോ മണിക്കൂറിലും ഞാൻ അവിടെ വന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദ് ആ കിണർ കാണുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. രണ്ടാമത് പറയുന്നുണ്ട്, അങ്ങനെ പൈസ ഇട്ടത് ഉസ്താദ് അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ഉസ്താദ് അതിനെ നിരുത്സാഹപ്പെടുത്തിയില്ല? തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാധ്യനായ ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബഹുമാനപുരസ്സരം നമ്മൾ കാണുന്നു. എന്നാലും അദ്ദേഹം വിശ്വാസികൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് അത് തിരുത്തിയില്ല? ഇങ്ങനെ ആരാധിക്കാൻ പാടില്ല, കൊടിമരത്തെ ഇങ്ങനെ ആരാധിക്കാൻ പാടില്ല, അതിൽ പൈസ കൊണ്ട് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഉസ്താദ് പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുള്ള അൻസാരി സൗരി ഉസ്താദിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നതാണ് കണ്ടത്. യാതൊരുവിധ മറുപടിയും അദ്ദേഹം പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഉസ്താദ് എന്നെ തെറി പറയുന്നു. മോശമായ ഒരു വാക്ക് പോലും അൻസാർ സൂരി ഉസ്താദ് ആ ഫോൺ സംഭാഷണം ഉപയോഗിച്ചതായി നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഫോൺ സംഭാഷണം കട്ട് ചെയ്യാതെ തീർത്ത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അതിൽ യാതൊരുവിധ മോശമായ വാക്കും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം സാധാരണ ജനങ്ങൾ ഗൾഫിലും അവിടെയും കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കുന്ന പണമാണ് ഉസ്താദെ. തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തങ്ങളോട് പറയുമ്പോൾ തങ്ങൾ പറയുന്നത് ഇതാ എന്നെ തെറി പറയുന്നു എന്ന് തങ്ങൾ പറയുന്നു. അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ തെറി കേട്ടിട്ടുണ്ട്, അതുപോലെ അല്ലേ ഞാനും എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ തിരുത്താൻ അൻസാർ സൂരി ഉസ്താദ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അൻസാർ സൂരി ഉസ്താദ് പറയുന്നുണ്ട്, റസൂലിനെയും നമ്മളെയും ഒന്നും യാതൊരു കാരണവശാലും ഉസ്താദ് ഉപമിക്കാൻ വേണ്ടി പാടില്ല എന്നും. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. മൂസ നബിയെയും അതുപോലെ തന്നെ ചന്ദ്രപ്പൊന്ന് മൂസാക്കയും രണ്ടും രണ്ടാണ് എന്ന് നല്ല ഹാസ്യരൂപേണ അദ്ദേഹത്തിന് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം ഒരു ഉദാഹരണ സഹിതം തങ്ങളോട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്, ഇതെല്ലാം കൊണ്ടും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് ഉസ്താദിനെ എല്ലാം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും തങ്ങൾ പറയുന്ന വർത്തമാനം ഒരുപാട് കടന്നുപോയി. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. പിന്നെ ഉസ്താദ് പറയുന്നുണ്ട്, ഞാൻ ആ കൊടിമരത്തിൻ്റെ അതിൽ മണൽ നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ന്യൂസിലൻഡിലെ ഹൈന്ദവ സഹോദരൻ വരെ ചോദിക്കുന്നത്. കാരണം ഇന്ന് ഓൺലൈൻ മജ്ലിസുകളുടെ ഒരു കാലമാണ്. നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മജ്ലിസും സ്വലാത്തുമെല്ലാം ദിക്റുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആരും ഇത്രയും കാലമായിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സമൂഹ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏക്കറക്കണക്കിന് സ്ഥലം പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാട് യതീം മക്കളുടെ ചികിത്സാ ചിലവും കല്യാണത്തിന് ചിലവും എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം അതിനെയൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല. എന്നാൽ ഇത്തരം ഒരു ദുരാചാരത്തെ ഒരു കാരണവശാലും റസൂലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് അൻസാർ സൂരി ഉസ്താദ് വിമർശനം ഉന്നയിച്ചത്. വളരെ നല്ലൊരു കാര്യം തന്നെയെന്ന് നമുക്കും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യത്തെ യാതൊരു കാരണവശാലും ഒരു മതവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിനുശേഷം തങ്ങൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിൽ പൈസ ഇടുന്നതിനെ തെറ്റാണ് എന്ന രീതിയിൽ തങ്ങൾ തന്നെ അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ കിണർ കെട്ടിയ കാര്യമെന്ന് നമുക്ക് ഉസ്താദ് തന്നെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് കിണർ കെട്ടിയത്. ഉസ്താദ് പറയുന്നുണ്ട്, വൃത്തിയില്ലാത്ത സ്ത്രീകൾ വന്ന് തൊട്ടതിന് ശേഷം ആ കൊടിയുടെ മുകൾ കാക്ക തൂറി, അതുകൊണ്ട് അവിടെ കിണർ പോലെ ഒരു സാധനം കെട്ടി ഉണ്ടാക്കിയതാണ്. അശുദ്ധിയുള്ള സ്ത്രീകൾ തൊട്ടത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. കാക്ക മുകളിൽ വന്ന് ഇങ്ങനെ കരയുകയാണ്. 2-3 ദിവസം ഇങ്ങനെ കാക്ക ഒരുപാട് അലമുറയിട്ട് കരഞ്ഞതിന് ശേഷമാണ് ഉസ്താദിന് മനസ്സിലായത് ഈ അയിത്തമുള്ള പെണ്ണുങ്ങൾ, അത് സ്ത്രീത്വ മെൻസസ്സൊക്കെ വന്ന സ്ത്രീകൾ വന്ന് അശുദ്ധിയായി തൊട്ടത് കൊണ്ടാണ് ഈ കൊടിക്ക് എന്തോ പറ്റിയത് കൊണ്ടാണ് അവിടെ കിണർ പോലത്തെ ഒന്ന് കെട്ടിയത്. അതുകൊണ്ടാണ് അതിൽ പൈസ ഇട്ടാൽ അത് മാറുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഉസ്താദ് ഈ കിണർ അവിടെ കെട്ടിയത് എന്നാണ് ഉസ്താദ് തങ്ങൾ പറയുന്നത്. സോറി, അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് 2 കാക്കകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. 2 കാക്കകൾ. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാനാണ്, ഒരു നിഅമത്താണ്. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറേ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ?
തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനമൊന്നും മറ്റും എനിക്ക് പ്രശ്നമില്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ എന്താട്ടി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക രണ്ടുപേരെ വന്നിട്ടില്ല. എങ്ങനെയാണ് ഉസ്താദിന് ഈ ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ വന്ന് തൊട്ടിട്ടാണ് കാക്കമോള് വന്ന് പറന്നത് എന്ന് മനസ്സിലായത് എന്ന് മാത്രം ഉസ്താദ് പറയുന്നില്ല. അതുകൊണ്ടാണ് അവിടെ കിണർ കുഴിച്ച് ഇത് കെട്ടിയത് എന്നാണ് പറയുന്നത്. എന്നാൽ കിണർ കുഴിച്ചതിനെ കെട്ടിയതിനെ ഒന്നും ആരും കുറ്റം പറയുന്നില്ല തങ്ങളെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തിനാണ് അതിൽ പൈസ ഇട്ട് അതിനെ ആരാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അൻസാർ സൂരി ഉസ്താദ് ഉന്നയിച്ചത്. അതിന് യാതൊരുവിധ മറുപടിയും അദ്ദേഹം പറയുന്നില്ല. അതെനിക്കറിയില്ല എന്നുള്ള ഒരു തട്ടുപൊളിപ്പ മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇദ്ദേഹം നൂറെ ഹബീബ് എന്ന് പറയുന്നത് നടത്തുന്ന ഒരു മജ്ലിസ് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. തീർച്ചയായിട്ടും അതിൽ ലക്ഷക്കണക്കിന് നമ്മുടെ സാധാരണപ്പെട്ട സ്ത്രീകളും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും എല്ലാം തന്നെ പങ്കെടുക്കുന്നതാണ്. അതൊക്കെ നല്ല കാര്യമാണ്. അതിനെയൊന്നും ആരും മോശമായി പറയുന്നില്ല. ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓൺലൈൻ മജ്ലിസ് നൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മജ്ലിസുകളും സലാത്തുകളും ദിക്റുകളും എല്ലാം ഇപ്പോൾ ഓൺലൈനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഒരു കാലം തന്നെയാണ് ഇപ്പോൾ. അതിൻ്റെ താഴെ അവരുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും എല്ലാം വെച്ചുകൊണ്ടാണ് ഇവർ സലാത്തും ദിക്റും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, നല്ലത് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതിൽ നമ്മൾ ഉസ്താദിനെ ഒരു കാരണവശാലും ഉൾപ്പെടുത്തുന്നില്ല. ഉസ്താദ് വളരെ നല്ലൊരു തങ്ങളാണ്. തങ്ങൾ ഒരുപാട് കാലമായിട്ട് മജ്ലിസ് നൂറും കാര്യങ്ങളൊക്കെ നടത്തി വരുന്ന ഒരു തങ്ങളാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുന്നത് പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് അൻസാർ സൂരി ഉസ്താദിനെ പോലുള്ള ഉസ്താദുമാർ രംഗത്ത് വരികയും ഇതിനെ തിരുത്താൻ വേണ്ടി നേരിട്ട് തന്നെ ഉസ്താദിനോട് വിളിച്ച് സംസാരിക്കുകയും അതിൽ ഉസ്താദ് തങ്ങൾ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അൻസാർ സൂരി ഉസ്താദ് പറഞ്ഞ 100% സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണ് എന്നാണ് നമ്മൾ അതിനെപ്പറ്റി വിലയിരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം നൂറെ ഹബീബ എന്ന് പറയുന്ന ഒരു മജ്ലിസ് നൂർ നടത്തുന്നത് വഴി കിട്ടിയ പണം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ തങ്ങൾ ഒരുപാട് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത നല്ല 2-3 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഏകദേശം 70 പാവപ്പെട്ട കുട്ടികൾക്ക് മംഗല്യഭാഗ്യം നൽകി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇത്തരം കിട്ടുന്ന പൈസകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് 70 കുട്ടികളെ മംഗല്യം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ കല്യാണത്തിൽ മുസ്ലിം കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനി കുട്ടികളുണ്ട്, അതുപോലെ ഹൈന്ദവ കുട്ടികളുണ്ട്. എല്ലാ മതത്തിലും ഉൾപ്പെട്ട കുട്ടികൾ 70 കുട്ടികളുടെ കല്യാണം അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് യതീം മക്കൾക്ക് ഇപ്പോഴും മാസത്തിലൊരു സംഖ്യ അദ്ദേഹം അയച്ചു കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിനായാലും അതുപോലെ തന്നെ മരുന്നിനായാലും അങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 3.5 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഉൾപ്പെടുത്തുകയാണ്. തീർച്ചയായും അത്തരം നല്ല കാര്യങ്ങളെല്ലാം ഈ തങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശ്ലാഘനീയം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സലാത്തും ദിക്റും ഓൺലൈൻ അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ ഇത്തരം കൊടിമരങ്ങളും അതിനെ ചുറ്റും പൈസ ഇടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും ആശാവഹമല്ല. അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനമായി അദ്ദേഹം വാങ്ങിയ സ്ഥലത്തിനെയും അദ്ദേഹം എന്നെ കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ, അതിന് എനിക്ക് യാതൊരു പേടിയുമില്ല എന്നും അങ്ങനെ ആണ് ഞാൻ ഉയർച്ചയിലേക്ക് വളർന്നു വരിക എന്നാണ് ഉസ്താദ് പറയുന്നത്. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, അതിലൊന്നും തളരുന്ന ആളല്ല സയ്യിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് തങ്ങൾ പറഞ്ഞു വെക്കുന്നു. അവസാനമായി അദ്ദേഹം കാണിച്ച ആ വാങ്ങിയ സ്ഥലത്തിൻ്റെ വീഡിയോ കൂടി നമുക്ക് കണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം. ഈ സ്ഥലം മോനെ ഇത് 3.5 ഏക്കറാണ്. ഈ വീടിന്റെ ബാക്കിലൊക്കെ വഴി കാട് മൂടിയൊക്കെ ഇൻഷാല്ലാഹ് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കും കേട്ടാ. പിന്നെ 70 പെൺകുട്ടികളെ കെട്ടിച്ചു. 70 പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ട എന്താ? കൊടിമരത്തിന്റെ ചോട്ടില് കിട്ടിയ 10-20 നോട്ട്. 70 കുട്ടികളെ കെട്ടിക്ക് എത്ര റുപ്യ വേണം? 17 മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബർമാർ എന്തെങ്കിലും ഇട്ടിട്ടില്ല. ഒരുപാട് എത്തിയും മക്കളെ ഏറ്റെടുത്തിട്ടില്ല. മാസങ്ങളോളം പാവങ്ങൾക്ക് കായ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് എന്താ കണ്ടത്? കൊടിമരത്തിന്റെ ചുവട്ടില് വെച്ച് എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടോളി, വിവാദം എനിക്ക് ഉയർച്ചയ്ക്കുള്ളൊരു